രാജീവിനെ ഒഴിവാക്കി എന്നെയും കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായി രാജു ചിന്തിക്കും. അവനോട് ഇനിയെങ്കിലും ഉള്ള സത്യം തുറന്നു പറയുന്നത് നല്ലത്. അവൻ വിഷമിക്കുമെന്ന് കരുതി ഏട്ടൻ പറയാതിരിക്കുന്നത് ശരിയല്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. വരട്ടെ ചേരാ, നോക്കാം. ആ അനന്തപിള്ള ആഗ്രഹിക്കുന്നത് എന്റെ മന്ത്രി പദവിയോ മറ്റു സ്ഥാനമാനങ്ങളോ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് നാശം കൂടിയാ, പിന്നെ എന്റെ ജീവനും. പിന്നെ അയാളുടെ ഒരു മോഹം. ഇതിലും വലിയ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏട്ടൻ ഉണ്ടായിട്ടില്ലേ? അനന്തപിള്ളയോട് പോവാൻ പറയട്ടെ. അവൻ അത്ര നിസ്സാരക്കാരനല്ല. ഏട്ടൻ എന്തിനാ അയാളെങ്ങനെ പേടിക്കുന്നേ? ആരെ ഒരു ശക്തിയെയും പേടിയില്ലാത്ത എന്റെ ഏട്ടൻ. അതല്ല ചേര, അവൻ എന്നോടുള്ള ശത്രുത നമ്മുടെ ചേച്ചിയോട് തീർക്കുന്ന എന്റെ പേടി. ചേച്ചിയുടെ ജീവൻ പോലും അപകടത്തിലാ. ഏട്ടൻ എന്തൊക്കെ ഈ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നേ? ഓപ്പറേഷൻ ചെയ്താലും ജീവിക്കോ മരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പകുതി ചാൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശത്രുവിനെ തളച്ചിട്ട് മരിക്കുന്നത് തന്നെയാ നല്ലത്. എന്റെ കൂടപ്പറപ്പുകൾക്കും മകൾക്കും മറ്റു ബന്ധുക്കൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. എന്താ ഏട്ടാ ഇത്? മറ്റുള്ളവർക്കുള്ള കുഴി തോണ്ടുന്ന നമ്മള് കണ്ടവർ കുഴിക്കുന്ന കുഴിയിൽ വീഴേണ്ട കാര്യമില്ലല്ലോ. ഈ ആദിവാസികൾക്ക് വേണ്ടി പ്രതാപ് വർമ്മ എല്ലാ വർഷവും ഒരു സഹായം കൊടുക്കാറില്ലേ? വലിയൊരു ഫംഗ്ഷനോടെ. ഉണ്ട്. 2-3 വർഷമായി വലിയ ഫംഗ്ഷനൊന്നുമില്ല. ഓ, മന്നവന്നൂരില് മലദേവതമാരുടെ ഒരു ചെറിയ അമ്പലമുണ്ട്. കുംഭമാസത്തിലെ കാർത്തിക അവരുടെ ഉത്സവം. ആ ഉത്സവം തുടങ്ങുന്ന ദിവസമാ ഈ ചടങ്ങ്. ഞാന് കേട്ടിട്ടുള്ളതല്ലാതെ ഈ ചടങ്ങിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല. എങ്ങനെയാ ഈ ചടങ്ങ് നടക്കുന്നത്? ഇതേ മഹാദേവവർമ്മ സാർ തുടങ്ങി വെച്ചൊരു ചടങ്ങാ. ഓ, ആദിവാസികളുടെ കുട്ടികൾക്കായി അവരുടെ പഠനത്തിന് വേണ്ടി ഒരു വലിയ തുക പ്രതാപൻ അവരുടെ മൂപ്പനെ ഏൽപ്പിക്കും. അത്രേ ഉള്ളൂ. അല്ല, ഈ അന്നേ ദിവസം അവിടെ വലിയ ആൾത്തിരക്കുണ്ടാവൂ? ഉത്സവം തുടങ്ങുന്ന ദിവസമല്ലേ, ആദിവാസികളൊക്കെ കുറവായിരിക്കും. ഈ മന്നനന്നൂർ വനമേഖലയല്ലേ? എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുക? നാരകപ്പാറ പള്ളിക്കാനൻ റൂട്ടില് ആനക്കുഴി കഴിഞ്ഞ ഈ മന്നന്നൂര്. ഓ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യം. ഇനി പ്ലാൻ പറയാം. മോനെ ദീപക്കെ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്കിൾ പറഞ്ഞോളൂ. ആദിവാസികളുടെ ഫംഗ്ഷൻ എത്തുന്ന മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് അവിടെ വച്ച് ഒരു അപകടമുണ്ടാകും. അപകടം എന്ന് വെച്ചാ പറയാം. ആ അപകടത്തോടെ വർമ്മ എന്നേക്കുമായി കിടപ്പിലാകും. അപ്പോ പ്രതാപ് വർമ്മയുടെ സ്ഥാനം വർമ്മയുടെ ചേച്ചിയായ അംബിക വർമ്മ ഏറ്റെടുക്കും. അപ്പൊ എന്നെ മന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ട്? അംബിക ഭരണം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും അത് പാടില്ല, ബൈ ഇലക്ഷൻ വേണമെന്ന് ഒരു വലിയ സമ്മർദ്ദം വരും. അഭിപ്രായം ശക്തമാകുമ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രതാപവർമ്മയുടെ മണ്ഡലമായ സേതുപുരം മണ്ഡലത്തിൽ ദീപക് മത്സരിക്കുന്നു, പുല്ലുപോലെ ജയിക്കുന്നു. How is it? അനന്തപിള്ളയുടെ ഐഡിയ ഉഗ്രൻ. ഞാൻ എന്റെ അളിയനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ അളിയ? എന്റെ അളിയ, നമ്മൾ തമ്മിലൊരു വാക്കുണ്ടേ, അത് മറന്നുപോയോ? അളിയൻ മറന്നുപോയല്ലേ? അളിയ ഋതുമോടെ അമ്മയുടെ വീട്ടിൽ വെച്ച് അളിയ എനിക്ക് തന്ന വാക്ക്.
എന്റെ ജോലി. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അല്ല ഇപ്പൊ എന്ത് പറ്റി കളിയാ? അളിയ, അംബിക എനിക്ക് വീണ്ടും ലീവ് തന്നിരിക്കുക. ജോലി ചെയ്യാതെ എനിക്ക് സാലറി വേണ്ടളിയ. അളിയ, എനിക്ക് വേറൊരു ജോലി ഒപ്പിച്ച് താ. ശമ്പള കുടിശ്ശിക ഒന്നും കിട്ടാനില്ലല്ലോ. അല്ല, അതൊന്നുമില്ല. പക്ഷേ ഇത് കൊലച്ചോറ. ആനച്ചോറ് കൊലച്ചോറെന്ന് പറയുന്ന പോലെ അംബികയുടെ പി എന്ന പദവി അപകടം പിടിച്ചതാ. ഇവൻ എന്താ ഇത്ര താമസിക്കുന്നേ? ഒരു പഞ്ച്വാലിറ്റി ഇല്ല. എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. വരുവന്നേ, ടെൻഷൻ അടിക്കാതെ. നീ എന്താ മോനെ ഇത്ര താമസിച്ചേ? സോറി അങ്കിളെ, ഇന്ന് ശനിയാഴ്ച രാത്രിയല്ലേ, ടൗണിൽ ഭയങ്കര ട്രാഫിക്. അത് പോട്ടെ. ഇത് ബൽരാജ്, ഈ ബോംബുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിജീവിയാ. ഹലോ ഹലോ. നിങ്ങളാണല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതെ. 1 മിനിറ്റ് കൊണ്ട് പൊട്ടുന്ന ടൈം ബോംബിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി ഇതുപോലെ വേറൊരു ചാൻസ് ഉണ്ടാവില്ല.